ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ 4 മണിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പായസം എന്നൊക്കെ പറഞ്ഞിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനും അല്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞങ്ങളുടെ മമ്മിയൊക്കെ ഇത് ഉണ്ടാക്കി തരാറുണ്ട്. ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ? ഒരു പാനിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പകുതി വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള ആ കപ്പിലത്തെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും 1 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഓൺ ചെയ്തെടുക്കാം. ഒരു കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരച്ച് ബെല്ലം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് 1 ഏലക്കായാണ്. അപ്പോൾ ഏലക്കായ ചതച്ചെടുത്തിട്ട് അതിൻ്റെ കുരു മാത്രം ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ കുരു ചതച്ചെടുത്തിട്ടുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാണ്ടിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിയെ പിടിക്കും. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, കുറച്ചും കൂടി കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേജ് ഒന്ന് മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടാവും. ഈ ഒരു ടൈമിൽ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ബെല്ലല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചതച്ചെടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് ബെല്ലാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ബെല്ലൊന്ന് മെൽറ്റ് ആവുന്നവരേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ ചതച്ചെടുക്കുന്നതിന് പകരമായിട്ട് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടിയും ചേർത്തെടുക്കുന്നുണ്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ കണ്ടില്ലേ, ബെല്ലൊക്കെ ഫുള്ളായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രഷ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എളുപ്പം തേങ്ങ, അതായത് മൂപ്പധികം ആവാത്ത തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുറുക്ക് എന്ന് പറയാം, അതുപോലെ തന്നെ പായസം എന്ന് വേണമെങ്കിൽ പറയാം, എന്ത് പേര് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ, കുറച്ചുകൂടി തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇരുന്നിട്ടൊന്ന് ചൂടാറുമ്പോൾ ചെറുതായിട്ട് ഒന്നും കൂടി കട്ടിയായി വരും. ചെറിയ ചൂടോടുക്കനെ ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.